ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഈ വീഡിയോയിൽ എങ്ങനെ ഒരു ഡാർക്ക് മോഡ് വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ വെബ്സൈറ്റിൽ മുകളിലുള്ള മൂൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് ഡാർക്ക് മോഡിലേക്കും സൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് പഴയ പോലെ ലൈറ്റ് മോഡിലേക്കും മാറുന്നു. ഈ ലൈറ്റ് മോഡ് ആൻഡ് ഡാർക്ക് മോഡ് സ്വിച്ചിങ് ഓപ്ഷൻ എങ്ങനെ ഒരു വെബ്സൈറ്റിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിനു മുമ്പ് ഈ വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള 2 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ഇമേജും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മൂൺ സോളിഡ് .svg, സൺ സോളിഡ് .png. ഇനി നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. അതിൽ index.html ഫയലിൽ div heroയിൽ നെയിം ബാറിൽ UL ടാഗ് ക്ലോസ് ചെയ്യുന്ന അവിടെ imgsrc മൂൺ ഐക്കൺ ഇമേജ് പാത്ത് ID ഐക്കൺ ടൈറ്റിൽ ഡാർക്ക് മോഡ്. നമുക്കൊന്ന് ലൈവ് സെർവർ കൊടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ മൂൺ ഐക്കൺ വലുതായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിന് സ്റ്റൈൽ കൊടുക്കാം. ഡോട്ട് ലോഗോയിൻ്റെ താഴത്തായിട്ട് ഹാഷ് ഐക്കൺ വിഡ്ത്ത് 25 പിക്സൽ, കർസർ പോയിൻ്റർ. ഇനി ഒന്ന് വെബ്സൈറ്റ് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ മൂൺ ഐക്കൺ കറക്റ്റ് സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഡാർക്ക് മോഡിലേക്കും ലൈറ്റ് മോഡിലേക്കും എങ്ങനെ സ്വിച്ച് ചെയ്യാൻ നോക്കാം. അതിന് HTML ഫയലിൽ വന്നിട്ട് മെയിൻ ഡിവ് തീരണ സ്ഥലത്ത് സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യാം. അതിൽ വാർ ഐക്കൺ അസൈൻ document.getElementById. എന്നിട്ട് നമ്മുടെ ഇമേജിൻ്റെ ID അവിടെ കൊടുക്കാം, ഐക്കൺ. ഇനി സെമിക്കോളൻ ഇട്ടിട്ട് നെക്സ്റ്റ് ലൈനിൽ if local storage dot get item theme equal to null, local storage dot set item theme comma light.
ഓക്കെ, ഇനി CSS ഫയലിൽ വന്നിട്ട് ഡാർക്ക് മോഡിൻ്റെ സ്റ്റൈലിൽ ആഡ് ചെയ്യാം. അതിൻ്റെ റൂട്ട് -- പ്രൈമറി കളർ, -- സെക്കൻഡറി കളർ, ആ 2 കളറും കൊടുക്കാം. അതുപോലെ ഡാർക്ക് ക്രീമിനും പ്രൈമറി കളറും സെക്കൻഡറി കളറും കൊടുക്കാം. ഓക്കെ, ഇനി വൈറ്റ് വന്ന ഭാഗത്തുള്ള കളറെല്ലാം പ്രൈമറി കളറാക്കാം. ഡോട്ട് ഹീറോയിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിയിട്ട് വാർ പ്രൈമറി കളർ കൊടുക്കാം. ഓക്കെ, ബാക്കിയുള്ള സ്ഥലത്തും കൂടി പ്രൈമറി കളറും സെക്കൻഡറി കളറും ആഡ് ചെയ്യാം. ഇനി index.html വന്നിട്ട് ഇവിടെ നമ്മൾ icon.src ഐക്കണിൻ്റെ നെയിം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇമേജ് ഭാഗത്തും കൂടി കൊടുക്കണം. img/image ഭാഗത്ത് കൊടുക്കണം. ഞാനിവിടെ ഇമേജ് ഫോൾഡറിൻ്റെ അകത്താണ് ഐക്കൺസ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് image/moon_solid.svg അങ്ങനെ കൊടുക്കാം. അതേപോലെ തന്നെ 4 ഐക്കൺസിനും ഇമേജ് ഭാഗത്ത് ആഡ് ചെയ്യാം. ഇനി ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡാർക്ക് മോഡും ലൈറ്റ് മോഡും ടോഗിൾ ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് എങ്ങനെ ഒരു ഡാർക്ക് മോഡ് വെബ്സൈറ്റ് ഉണ്ടാക്കാമെന്നാണ്. സോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ